ഇസ്ലാമിനെ മുസ്ലിം പുരോഹിതന്മാർ വിചാരിക്കുന്നത് അവരുടെ കയ്യിൽ ഇസ്ലാം ഭദ്രമാണെന്ന്. അവര് പഠിപ്പിക്കുന്ന ഇസ്ലാം, അവര് പ്രചരിപ്പിക്കുന്ന ഇസ്ലാം യഥാർത്ഥ മനുഷ്യത്വത്തിന് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കി മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ടോ? അവരൊക്കെ യുക്തിവാദികളാണ് എന്ന് പരസ്യപ്പെടുത്തിയിട്ടില്ല, മതം വിട്ടു എന്നവർ പരസ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മതത്തിനകത്ത് നിന്നിട്ട് മതത്തെ സമർത്ഥമായി വ്യഭിചരിക്കുകയും മതത്തെ ട്രോളുകയും മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ ഇസ്ലാം എന്ന മതത്തെ ആക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇവരെ മഹല്ലുകാര് പള്ളി വിലക്കുക. ഇന്ന് ആ പള്ളി വിലക്കുകൾ കൊണ്ട് മുസ്ലിം സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ പേറിയന്ത്രങ്ങളായി ജീവിക്കുമെന്ന് മുസ്ലിം പുരോഹിതന്മാര് ധരിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ന് 60, 70, 85 വയസ്സുള്ള മുസ്ലിം സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ വന്നു കിടന്ന് കാണിക്കുന്ന ഡാൻസും കൂത്താട്ടങ്ങളുമൊക്കെ മുസ്ലിം പുരോഹിതന്മാര് കാണുന്നുണ്ടോ? ഞാൻ ആടുന്നില്ല, പാടുന്നില്ല. ഒരു പക്ഷേ നാളെ എനിക്ക് അങ്ങനെ തോന്നിയാൽ ഞാനത് ചെയ്തെന്നിരിക്കും. വേറെ വ്യക്തമായി ഇസ്ലാമിക വിഷയങ്ങൾ പ്രമാണങ്ങളിൽ നിന്നും പഠിച്ച് മറ്റുള്ളവരെ ബോധവൽക്കരണം നടത്തിയിട്ട് ഇവരേതെല്ലാം രൂപത്തിലാണ് എന്നെ ഉപദ്രവിക്കുന്നതെന്നറിയാമോ? എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കള് പഠിക്കുന്ന സ്ഥാപനങ്ങൾ വരെ തെരഞ്ഞു പിടിച്ച് ഇവർ ശക്തമായ ഉപദ്രവങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുക. മതത്തിനകത്ത് ഇന്ന് മുസ്ലിം പുരോഹിതന്മാർക്ക് വൃദ്ധരായ ആളുകളെ പോലും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. എന്താ കാരണം? അല്ല, ഇവരൊക്കെ മുസ്ലിം ഐഡന്റിറ്റിയിൽ ഉള്ളവരാണോ എന്നൊന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എത്ര പേരെ ഇവര് മതം വിലക്കുമെന്നറിയണമല്ലോ. പള്ളി വിലക്കുകളും ഭ്രഷ്ടുമൊക്കെ എത്ര പേർക്ക് ഇവര് കൽപ്പിക്കും എന്നറിയണമല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. ചില ആളുകളുടെ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ അതൊന്ന് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോന്ന്. ഇന്ന് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രായം ചെന്നവരാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്ന. കാരണം അവർക്ക് എന്തൊക്കെയോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ് അവരുടെ പ്രവർത്തന രീതികൾ. ഇതുവരെ കെട്ടിയിട്ടിരുന്ന ഇസ്ലാം എന്ന മതത്തിൽ നിന്നും ആ ചട്ടക്കൂടുകൾ പൊട്ടിച്ച് പുറത്തിറങ്ങിയതിൻ്റെ എല്ലാ സന്തോഷങ്ങളും അവരിൽ കാണുന്നുണ്ട്. നിങ്ങൾ എത്ര കണ്ട് മതത്തിനകത്ത് ഇവരെ കെട്ടിപ്പൂട്ടി വെക്കാൻ ശ്രമിക്കുന്നു, അത്ര കണ്ട് അപകടകരമാണ് എന്ന് മനസ്സിലാക്കി അവർ ആ അതിർവരമ്പുകൾ പൊട്ടിച്ച് പുറത്തു വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ സ്ത്രീയെ ഒന്ന് നോക്കുക. ബ്ലൂടൂത്തിലൊന്ന് കണക്ട് ആക്കിക്കോട്ടെ. കാരണം ഇവരൊക്കെ ഇസ്ലാം വിട്ടു എന്ന് ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ട് അവർക്ക് എന്തുമാകാം. മതമില്ലാതെ ജീവിച്ചൂടെന്ന് മിനി. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് മിനിയാണോ തീരുമാനിക്കുന്നത്? മതവിശ്വാസികളെ എല്ലാം മിനി അങ്ങ് കൊന്നുകളയുവോ? മിനിക്ക് മിനിയുടെ മതവിശ്വാസമോ നിരാസമോ അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മതം അനുസരിച്ചും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഒരല്പമെങ്കിലും തലയ്ക്കകത്ത് വെളിവുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ലൈവ് ചെയ്യുന്നത് കേട്ടോ. തീരെ വെളിച്ചമില്ലാതെ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ആളുകൾ ദയവായിട്ട് ഈ ലൈവിലേക്ക് കയറി വരരുത്. 10 പേരാണെങ്കിൽ 10 പേര് തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്കുള്ള ലൈവാണിത്. ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണോ? എൻ്റെ സ്വാതന്ത്ര്യമല്ലേ. അപ്പൊ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് വിമർശിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഇവരൊക്കെ മതത്തിനകത്താ. മനസ്സിലായോ? നോക്കിക്കോ, ഈ സ്ത്രീക്ക് എത്ര വയസ്സ് പ്രായമുണ്ടാകും?
ഒരു 75 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകണം അല്ലേ? ശരി, വയസ്സ് കഴിഞ്ഞ വല്യമ്മമാര് ദിക്റും സലാത്തും നോമ്പും നല്ല നല്ല ഉപദേശങ്ങളൊക്കെ ആയിരിക്കും. ഈ വല്യമാന്റെ അവസ്ഥ നോക്കാം, ഫുള്ള് പാട്ടും തുള്ളലും. അപ്പൊ 70-75 വയസ്സ് കഴിഞ്ഞ വല്ലുമ്മമാര് അടങ്ങി ഒതുങ്ങി വീട്ടിനകത്ത് ദിക്റും സ്വലാത്തുമൊക്കെയായിട്ട് കഴിഞ്ഞുകൂടേണ്ടതിന് പകരം ഈ വല്ലുമ്മയെ കണ്ടോ എന്ന് ചോദിച്ച് മുസ്ലിം യുവാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തേ മുസ്ലിം പുരോഹിതന്മാർ ഒരു കണ്ണന്റെ ചിത്രം വരച്ച പെണ്ണിന്റെ പിന്നാലെ, കാലിൽ ചിലങ്ക കെട്ടി ഡാൻസ് കളിച്ച പെണ്ണിന്റെ പിന്നാലെയൊക്കെ ഇറങ്ങി തിരിച്ച മുസ്ലിം പുരോഹിതന്മാരെവിടെ? നിങ്ങൾക്ക് ഇവരെ ഒന്നും പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ലേ? എന്തേ പറ്റാത്തത്? എത്ര വയസ്സുണ്ടാകും അവർക്ക്? 75 വയസ്സ് കഴിഞ്ഞ സ്ത്രീക്ക് ഇസ്ലാമിനകത്ത് നിന്നിട്ട് ഇങ്ങനെ ചാടാം, പാടാം, തുള്ളാം, മറിയാം, ഡാൻസ് കളിക്കാം, എല്ലാം ഇട്ട് കുലുക്കാം, ഒരു കുഴപ്പവുമില്ല അല്ലേ? അന്യഗ്രഹ ജീവൻ എന്ന ഒരു ഐഡിയയിൽ വന്ന ആള് ഇതെന്തിനാ ഈ വേശ്യ തലയിൽ ഷാൾ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇവന്റെ ഉമ്മയല്ലേ ഇവൻ ഉദ്ദേശിച്ചത്, ഇവന്റെ അമ്മയല്ലേ ഇവൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഉമ്മ അല്ലെങ്കിൽ അമ്മ, നിന്റെ മാതാവ് നാട്ടിലറിയപ്പെടുന്ന പഞ്ചായത്ത് വെടിയായതുകൊണ്ടാണ് നിനക്ക് മറ്റുള്ളവരെ വെടിയാണ് എന്ന് തോന്നുന്നത്. നിന്റെ ഉമ്മ നാട്ടിലെ പേരുകേട്ട ജില്ലാ വേശ്യയായതുകൊണ്ടാണ് നിനക്ക് മറ്റുള്ളവരെ അങ്ങനെ പറയാൻ തോന്നുന്നത്. അതുകൊണ്ട് മോൻ തുണി ഉരിയുന്ന ചാനലുകൾ വല്ലതുമുണ്ടെങ്കിൽ ആ ചാനലിൽ പോയിരിക്കുക കേട്ടോ. മിനി, മനുഷ്യർ മതത്തിന്റെ പിന്നാലെ പോകുന്നത് അത്യാവശ്യമല്ല എന്ന് പറയാൻ വേണ്ടി എന്ന് കരുതി അത് പറയാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? മനുഷ്യൻ മതത്തിന്റെ പിന്നാലെ പോകാൻ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. മിനി, ഇത് ഇന്ത്യയാണ്. മതമുള്ളവർക്ക് മതമനുസരിച്ചും മതമില്ലാത്തവർക്ക് അതിനനുസരിച്ചും ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണിത്. അത് പറയാൻ മിനി ആരാ? മതത്തിന്റെ പിന്നാലെ ആരും പോകരുത് എന്ന് പറയാൻ. പോകാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അവർ പോകും. ഞാനതിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. മിനി എന്തുദ്ദേശിച്ചിട്ടാ എന്റെ മതവും ചോദിച്ച് എന്റെ തട്ടവും ചോദിച്ചൊക്കെ വന്നിരിക്കുന്നത്? എന്തുദ്ദേശിച്ചിട്ടാ? അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ വെച്ചേ. നിന്നെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ കഷ്ടപ്പെട്ട് സംസാരിക്കുന്നത്. അപ്പോ ഇവർക്ക് ഇതുവരെ ലഭിക്കാത്ത സ്വാതന്ത്ര്യം ഇവർക്കിപ്പോൾ ലഭിക്കുന്നു എന്നല്ലേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെ? മതത്തിനകത്ത് നിന്നപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തോന്നിയോ? ശരി, അവരിത് ചെയ്യാൻ മതത്തിൽ നിന്നും പുറത്തു വന്നോ? ഇല്ലല്ലോ. അപ്പോ തോന്നിയതുപോലെ ജീവിക്കാൻ മതത്തിന്റെ അകത്താണോ എളുപ്പം അതോ മതത്തിന്റെ പുറത്താണോ എളുപ്പം? ഞാൻ പറയുന്നു മതത്തിന്റെ അകത്താണ് തോന്നിയതുപോലെ ജീവിക്കാൻ എളുപ്പം. നോക്കിക്കോ, ആ സ്ത്രീയുടെ വേറെ ഒരു വീഡിയോ ആണ്. ഇനിയൊന്ന് അടങ്ങ്, അള്ളാഹുവിനോടൊന്ന് തൗബ ചെയ്തിട്ട് മടങ്ങിക്കോ. അസ്സലാമു അലൈക്കും. ചില കമന്റുകൾ കാണാം, റംളാൻ മാസ വരുന്നേ, നിങ്ങള് ഇനിയൊന്ന് അടങ്ങ്, അള്ളാഹുവിനോടൊന്ന് തൗബ ചെയ്തിട്ട് മടങ്ങിക്കോ. റംളാൻ മാസ വരുന്നേ, നിങ്ങൾക്ക് സ്വർഗം കിട്ടണ്ടേ, നിങ്ങളൊന്ന് ദുആ ചെയ്തോ, തൗബ ചെയ്തോ. റംളാൻ മാസം വരുന്നതല്ല. വിവരം കെട്ടോലെ ഞാൻ പറയട്ടെ, ഞാനിപ്പോ റംളാൻ മാസം തുള്ളിക്കളിക്കുന്ന വീഡിയോസ് ഇട്ടെന്ന് കൂട്ടിക്കാം. അതും നിങ്ങൾ കുത്തിഞ്ഞ് കാണൂല. അപ്പൊ റംളാൻ മാസം നിങ്ങളെ കയ്യിൽ മുസാഫാണോ അല്ലെങ്കിൽ ടച്ച് ഫോണാണോ? വിവരം കെട്ടോലെ റമളാൻ മാസം ഞാനിപ്പോ ഉടുതുണി കഴിച്ചിട്ട് ഒരു വീഡിയോസ് ചെയ്ത് കൂട്ടിക്കാം. അത് നിങ്ങളെല്ലാവരും കാണൂല. അപ്പൊ നിങ്ങളായി റമളാൻ മാസം മുസാഫാണോ ടച്ച് ഫോണാണോ? നിങ്ങളെ കണ്ണ് നടക്കത്തില്ലല്ല. നല്ലൊരു റമളാൻ മാസം ആയിട്ടും വിവരം കെട്ടോലെ ഞാൻ ഇടട്ടെ. റമളാൻ മാസം ഞാൻ വീഡിയോസ് ഇടട്ടെ. നിങ്ങൾ ആരൊക്കെയാ കാണുന്നത് ഞാൻ നോക്കട്ടെ. വിവരം കെട്ടോലെ ഇവിടെ ആദ്യം സ്വയം നന്നാ. വിവരം കെട്ടോ മുസ്ലിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. മക്കളെ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും തിരിയട്ടെ.
24 മണിക്കൂറും ടച്ച് ഫോൺ കയ്യിൽ പലതും കുത്തിരിഞ്ഞ് കാണാം ആണും പെണ്ണും. എന്നിട്ട് എന്നോട് പറയാം നന്നാക് അടങ്ങ് തൗബ ചെയ്ത് പാലാലുങ്ങളെ വിവരം കേട്ടോലെ. നിങ്ങൾക്ക് നന്നാണ്ട, നിങ്ങളെ കയ്യിൽ മുസാഫല്ല. എനിക്ക് കമന്റ് ഇടുന്ന നേരം കൊണ്ട് എന്റെ വീഡിയോസ് കാണുന്ന നിങ്ങളെ കയ്യിൽ മുസാഫല്ല. വിവരം കേട്ടോലെ. നല്ല ഒരു ഒന്നൊന്നാം തരം ആട്ട് അല്ലേ? ആദ്യം നീയൊക്കെ നന്നാകണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കാൻ. അപ്പൊ റമലാ മാസം അല്ലേ, ഒന്ന് അടങ്ങിക്കൂടെ, ഒതുങ്ങിക്കൂടെ? റമലാ മാസത്തിൽ അപ്പൊ അവര് ചോദിക്കുന്നത് ശരിയല്ലേ? അവര് ചിലപ്പോൾ ഉടുതുണി അഴിച്ചിട്ടിട്ട് ആടി എന്നിരിക്കും. നീയൊക്കെ റമലാ മാസമായിട്ട് എന്തിനാണ് ആ ഫോണും കൊണ്ട് നടക്കുന്നത്? നീയൊക്കെ ഈ സ്മാർട്ട് ഫോണും കൊണ്ട് നടന്നിട്ട് ഖുർആൻ ഓതി സക്കാത്തും ദാനധർമ്മങ്ങളും ദിക്റും ഒക്കെയായിട്ട് നടക്കേണ്ടതിന് പകരം നീയൊക്കെ ഇത് എടുക്കുന്നത് കൊണ്ടല്ലേ ഇത് കാണുന്നത് എന്നതാണ് ചോദ്യം. അതിനാണ് ആട്ടി വിട്ടത് അവര്. മനസ്സിലായോ?